ഇപ്പോൾ ഒരു യുദ്ധം ആലോചിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് പാകിസ്ഥാൻ. സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ തകർന്നടിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞു. മാത്രമല്ല 12 മുതൽ 18 മണിക്കൂർ വരെ പവർ കട്ടുള്ള ഇടങ്ങൾ പോലും ഉണ്ട് പാകിസ്ഥാനിൽ. വ്യവസായികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ ഒരു സമയത്ത് ഒരു യുദ്ധമുണ്ടാകേണ്ടത് ഭരണകൂടത്തിന്റെ കൂടെ ആവശ്യമാണ്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു യുദ്ധം വേണം. അതുകൊണ്ടാണ് ആണവ യുദ്ധമുണ്ടാകും എന്ന മട്ടിലുള്ള പ്രസ്താവനകളൊക്കെ പാകിസ്ഥാൻ മന്ത്രിമാർ മുഴക്കുന്നതും. ജനതയെ എങ്ങനെയും യുദ്ധത്തിന്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. നിലവിലുള്ള ആയുധങ്ങൾക്ക് പുറമെ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും വലിയ നിലയ്ക്കുള്ള സഹായവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുത്താനുള്ള സഹായം ചൈനയിൽ നിന്നും ലഭിച്ചില്ല. എന്നാൽ യുദ്ധ സാഹചര്യത്തിൽ അതാകില്ല പ്രതികരണം എന്നാണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രതീക്ഷ. സമീപകാലത്ത് ചൈനയുമായി അത്ര രസത്തിലല്ല പാകിസ്ഥാൻ. ചൈനയുടെ പട്ടുപാതയും വ്യവസായ പദ്ധതികളും എല്ലാം പാകിസ്ഥാനിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. വിവിധ പദ്ധതികളുടെ നടത്തിപ്പുകാരായ ചൈനീസ് പൗരന്മാർ ഭീകരരുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. സുരക്ഷ ഒരുക്കുന്നതിൽ പാകിസ്ഥാൻ ശ്രദ്ധ വയ്ക്കുന്നില്ല എന്ന പരാതി ചൈന ഉയർത്തുന്ന സമയത്തു തന്നെയാണ് പെഹൽഗാം ആക്രമണവും ഉണ്ടായിരിക്കുന്നത്.